ഡെലിവറി ബോയിയുടെ വാഹനം കാറിൽ തട്ടിയതിനെ തുടർന്ന് യുവാക്കളെ എയർ പിസ്റ്റൺ ചൂണ്ടിയ ആളെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചു. കൊല്ലം ആയൂർ മഞ്ഞപ്പാറ പാവൂരിൽ ഇന്നലെ രാത്രി 9:30 സംഭവം. ആയൂർ സ്പൈസി ഹോട്ടലിലെ ഡെലിവറി ബോയിയായ നായിഫ് ഭക്ഷണം സർവീസ് ചെയ്യുന്നതിന് വേണ്ടി പാവൂർ എത്തിയപ്പോൾ വീട്ടിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുകയായിരുന്ന കാറിൽ നായിഫ് ഓടിച്ചിരുന്ന ഇരുചക്രവാഹനം തട്ടുകയായിരുന്നു. ഞാൻ സ്പൈസി ഫുഡ് കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഡെലിവറിക്ക് പോയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ട് വീട്ടിൽ നിന്ന് നേരെ വണ്ടി വരുന്ന നോക്കാതെ റോഡിലോട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ വണ്ടി പുള്ളിയുടെ വണ്ടിയായിട്ട് ചെറുതായിട്ടൊന്ന് ക്രാഷായി. പുള്ളി എൻ്റെ അടുത്ത് പുള്ളിയുടെ കൂടെ നിന്ന ഒരാൾ, നീ എവിടെ നോക്കിയാൽ മറ്റേ മോനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ച് പുള്ളി എൻ്റെ നേരെ ചാടി ഇറങ്ങി. അപ്പോൾ എൻ്റെ ബാഗെ വേറെ വണ്ടിയിൽ 2 പേർ വരുന്നുണ്ടായിരുന്നു. അവർ 2 പേരും കൂടെ ഇറങ്ങി, നീ ആരുടെ ചീത്ത വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വണ്ടി തട്ടിയല്ല ചീത്ത വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ, നീ ആരുടെ കളിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഡാഷിൽ നിന്ന് തുറന്ന് തോക്കെടുത്ത് നേരെ ചൂണ്ടി. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം അവിടെ നേരെ വന്ന് സംസാരമായി. ഇതാണ് അവിടെ ഉണ്ടായത്. ഇരുകൂട്ടരും തമ്മിൽ സംസാരം നടക്കുന്നതിനിടയിൽ കാറിൽ എത്തിയ ആൾ നായിഫിന്റെ നേർക്കും അവിടെയുണ്ടായിരുന്ന മറ്റു 2 യുവാക്കൾക്ക് നേരെയും എയർ പിസ്റ്റൺ ചൂണ്ടുകയായിരുന്നു. ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്ന അവിടെ വീട് മേടിച്ച് താമസിക്കുക. അവർ എവിടെ ഉള്ള എറണാകുളത്തുള്ളതെന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അവരവിടെ ഇടയ്ക്ക് തുണി കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതാണ്. ഞാനും വേറെ 2 പയ്യന്മാർ, ഇവനും വേറൊരു പയ്യനുണ്ടായിരുന്നു. നമ്മളെ 3 പേരാണ്. പുള്ളി തോക്കുണ്ട്. പുള്ളിയുടെ സംസാരിച്ചുകൊണ്ടാണ് ഡോറ് തുറന്ന് പുള്ളി തോക്കെടുത്ത് എന്നാ നീ കാണിച്ചാടാന്ന് പറഞ്ഞുകൊണ്ട് തോക്കെടുത്ത് നമ്മളെ വെടിവെക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ നമ്മളെല്ലാം നാട്ടുകാരെല്ലാം കൂടെ വിളിച്ച് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. തുടർന്ന് നാട്ടുകാർ തടിച്ചുകൂടിയതോടെ കാറിലെത്തിയ ആൾ എയർ പിസ്റ്റൺ കാറിനുള്ളിലേക്ക് ഇട്ടു. അല്ല, ആൾക്കാരെല്ലാരും കൂടെ തടഞ്ഞ് വെച്ചേക്കുമായിരുന്നു അവിടെ. പുള്ളി റോങ് ആയിട്ടാണ് സംസാരിച്ചത്. പുള്ളി മദ്യപിച്ചിട്ടുണ്ടോന്ന് സംശയമുണ്ട്. പുള്ളിയും വേറൊരു ആളും ഉണ്ടായിരുന്നു. അയാളും നല്ല രീതിയിൽ സംസാരിച്ചു, ചീത്ത വിളിച്ചാണ് സംസാരിച്ചത്, നോർമലായിട്ടല്ല സംസാരിച്ചത്. ചടയമംഗലം പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തിയപ്പോൾ എയർ പിസ്റ്റൺ ചൂണ്ടിയയാളെ നാട്ടുകാർ പോലീസിന് കൈമാറി. കാറിലെത്തിയ ആൾ കിളിമാനൂർ സ്വദേശിയാണെന്നും 2 മാസമായി മഞ്ഞപ്പാറ പാവൂര് വീട് വാങ്ങി താമസിക്കുകയാണെന്നുമാണ് പ്രാഥമിക വിവരം. ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് നടത്തിയ പരിശോധനയിൽ എയർഗണ്ണാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ അതിന് ലൈസൻസ് വേണ്ട എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് ചുമത്തി കേസെടുത്തു. തുടർന്ന് സംഭവത്തിൽ പ്രതിയായ കിളിമാനൂർ സ്വദേശി ജയനെ ചടയമംഗലം പോലീസ് ജാമ്യത്തിൽ വിടുകയായിരുന്നു. റിപ്പോർട്ടർ സജി അഞ്ചൽ. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.